നമസ്കാരം. ഇന്നത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ ടൊമാറ്റോ സോസും അതുപോലെ കെച്ചപ്പും മയോണൈസും ഒക്കെ ആയിരിക്കും ഫേവറേറ്റ് കോംബോയിൽ വരിക അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പഴയ തലമുറയില് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പല കോമ്പിനേഷൻസ് ഉണ്ട്. അതുപോലെ ഒന്നാണ് ഉപ്മാ കൊഴുക്കട്ടയും നീർചട്നിയും. നീർചട്നി എന്ന് പറഞ്ഞാൽ തേങ്ങ ഇല്ലാതെ അരച്ചെടുക്കണ ഒരു ചട്നിയാണ് കേട്ടോ. ഇത് രണ്ടും ഒരു അസാധ്യ കോമ്പിനേഷൻ ആണ്. നിങ്ങൾ അറിയാത്തവര് എന്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഈവൻ സ്നാക്സ് ആയിട്ട് പോലും ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂട്ടോ. ആ കൊഴുക്കട്ടയിൽ ഇങ്ങനെ സത്യം പറഞ്ഞ നീർച്ചട്നിയിൽ കുതിർന്നിരിക്കണം. അതാണ് ശരിക്കും അതിന്റെ കോമ്പിനേഷൻ. അതിന് വേണ്ടിയിട്ട് ഒരു ഇടത്തരം കട്ടിയുള്ള അവലാണ് എടുക്കേണ്ടത്. അതിപ്പോ വെള്ളവലായാലും കുഴപ്പമില്ല. ഞാനിപ്പോ മട്ടവലാണല്ലോ കുറച്ചുകൂടി നല്ലത്, അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള അവലായതുകൊണ്ട് നമുക്ക് കഴുകണോണ്ട് കുഴപ്പമില്ല. ഒന്ന് രണ്ട് തവണ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ആ അവലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് ഒരു ഉരുളി എടുക്കുക. 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ വറുത്തിടേണ്ടത് 1.5 ടീസ്പൂൺ കടുക്, 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പ്, തൂരപ്പരിപ്പ് അല്ല കേട്ടോ. അതിന്റെ നിറം ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കണം. വറ്റൽമുളക് ചേർക്കണം, പിന്നെ കായപ്പൊടി ചേർക്കണം. കായപ്പൊടിയുടെ വാസനയാണ് ഇതിൽ എന്താ പറയുക ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടത്. 1 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കാം. ഇനി ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 1-2 പച്ചമുളകും കൂടിയിട്ട് ചേർന്ന് അതിന്റെ പച്ചവാസന ഒന്ന് മാറി വരണ സമയത്ത് കുതിർത്തി വെച്ചിട്ടുള്ള അവല് ചേർക്കാം. അപ്പൊ ചിലപ്പോ നമ്മള് അവല് കുതിർത്തുമ്പോ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ സമയത്ത് അവല് നന്നായിട്ട് ഉള്ളിയിൽ ചൂടാക്കി എടുത്ത വെള്ളമയൊക്കെ ഈർപ്പൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. അടിയിന്ന് തന്നെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് അത് ഒരു കട്ടിയാവണ പാകം ഉണ്ടല്ലോ, അത്ര ആക്കുക. പിന്നെ വേണ്ടത് 2 കൈപ്പിടി അളവിൽ തേങ്ങയും പിന്നെ ചെറിയ ജീരകം, ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ആ ചതച്ച് വെച്ചതാണ് നമ്മൾ തീ ഓഫ് ആക്കിയതിന് അവൽ ഈ ഒരു പാകാവണം, കയ്യിൽ ഉരുട്ടാൻ പറ്റുന്ന പാകാവുമ്പോൾ തീ ഓഫ് ആക്കിയതിന് ശേഷം തേങ്ങയും ജീരകവും കൂടി ചതച്ച് വെച്ചത് ചേർക്കുക. നീർച്ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക്, അതുപോലെ ഉള്ളി, പഴയ റെസിപ്പിയിൽ ഉള്ളി ഇല്ല, ഞാനിപ്പോൾ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വഴണ്ടു വരണമ്പോൾ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരണ സമയത്ത് അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ഇപ്പൊ തേങ്ങ വേണ്ടാത്ത ചട്നിയാണ്, പക്ഷെ ഇതിലെന്താ തേങ്ങ കാണണേന്ന് അറിയാലോ, നമ്മള് കൊഴുക്കട്ടയ്ക്ക് വേണ്ടി എടുത്തോണ്ടാണ് കേട്ടോ. 2 കൈപ്പിടി അളവിൽ പൊട്ടുകടലയും ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഈ വഴട്ടി വെച്ചതും കൂടി ചേർത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്ത ഇതുപോലെ കട്ടിയിലുണ്ടാവും ചട്നി. അപ്പൊ നല്ല എരിവുള്ള ചട്നിയാണ് കേട്ടോ. ഇതിങ്ങനെ നീർ ചട്നി എന്ന് പേര് വരാൻ തന്നെ കാരണം നീര് പോലെ വെള്ളം പോലെ ഇരിക്കും. അപ്പൊ ഇരട്ടി വെള്ളം ചേർക്കുക. നമ്മൾ എത്ര ചട്നിയാണോ നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത് അതിന്റെ ഇരട്ടി, 2 ഇരട്ടിയോളം വെള്ളം ചേർത്താലും കുഴപ്പമില്ല. പൊട്ടുകടലയാണ്, അത് കുറച്ച് കഴിയുമ്പോൾ തിക്കാവും. ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ കടുക് വറുത്തിടാം. കടുക് വറുത്തിട്ടില്ലെങ്കിലും നല്ല സ്വാദാണ്. അതായത് തേങ്ങാ ചട്നി കഴിച്ച് നോക്കുന്നവർക്ക് ഇനി ഉള്ളിലൊരു സംശയം ഉണ്ടെങ്കിൽ, ഇതിപ്പോ പൊട്ടുകടലയുടെ ചൊവ വരും അങ്ങനെ ഒന്നുമില്ല, അസല് ചട്നിയാണ്. ഒരു ഇളം ചൂട് പാകത്തിന് നമ്മൾ കൊഴുക്കട്ട, അവലിൽ ഉപ്പിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവലില് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് ഒന്ന് കുഴക്കുക. പിന്നെ പാകത്തിനുള്ള ഉരുളകളായിട്ട് ഇതുപോലെ ഉരുട്ടി 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 മാറ്റി വെക്കുക. ഞാൻ ഇപ്പൊ തന്നെ ഒരു കാര്യം പറയാലോ, ശരിക്കും നമ്മൾ ഉരുളിയിൽ കിടന്ന് അവല് നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോ തന്നെ അവലിന്റെ വേവ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആവി കയറ്റണം എന്നൊരു നിർബന്ധമില്ല. ഇതുപോലെ തന്നെ എടുത്ത് നമുക്ക് കഴിക്കാം അവല് വെന്തിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോ അവല് അത്രയ്ക്കൊന്നും ചൂടാക്കിയിട്ടില്ലെങ്കിൽ മാത്രം ഒരു ഇഡ്ലി തട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആവി കയറ്റി കൂട്ടി എടുക്കാം. ആവി കയറ്റി എടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവും. നമ്മൾ തുറന്നു നോക്കണ സമയത്ത് ചിലപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അതൊന്ന് ചൂടാറിയ ശേഷം കഴിച്ചു കഴിഞ്ഞാൽ പാകത്തിനായിട്ടുണ്ടാവും. അപ്പോ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനൊരു ഉപ്മാ കൊഴുക്കട്ട, അതായത് അവൽ കൊഴുക്കട്ട എന്നും പറയും, ഉപ്മാ കൊഴുക്കട്ട പ്ലസ് നീർച്ചട്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.